നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളുടെ നടപടികളും യോഗം വിലയിരുത്തി. പട്ടാമ്പി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ തകർച്ച, റവന്യൂ ടവറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ, പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ, വാടാൻകുറിച്ചി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പുരോഗതി തുടങ്ങി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ പുരോഗതികൾ വിലയിരുത്തുവാനായാണ് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവൃത്തികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. വിവിധ വകുപ്പ് മേധാവികളും ജീവനക്കാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പ്രശ്നങ്ങൾ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം ഉദ്യോഗസ്ഥർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. മണ്ഡലത്തിലെ 40ഓളം റോഡുകളുടെ നവീകരണത്തിന് നടപടിയായിട്ടുണ്ടെന്നും ഇതിന്റെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമേറ്റെടുപ്പിന്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിന്റെ TSലേക്ക് വേണ്ട നടപടികളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകൾ അവർക്ക് നല്ല വില കൊടുത്തുകൊണ്ട് തന്നെ വാങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേഗത്തിൽ പാലം ആരംഭിക്കാൻ ഈ ആളുകളെ ഒന്ന് വിളിച്ചു ചേർക്കാനും അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് പൊസഷൻ നടക്കുകയാണെങ്കിൽ അവർക്ക് പണം സർക്കാർ കൊടുക്കും, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് ടെൻഡർ ചെയ്ത് വർക്ക് ആരംഭിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുക്കുന്ന ആളുകളെ കൂട്ടി വിളിക്കാനും അവരുമായി സംസാരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പാലം പണി തുടങ്ങാൻ കഴിയും. പട്ടാമ്പി ടൗൺ പാർക്കിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. റവന്യൂ ടവറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായി വരികയാണെന്നും MLA ഓർമ്മപ്പെടുത്തി. ഈ മാസവും അടുത്ത മാസവുമായിട്ട് അതിന്റെ നിർമ്മാണങ്ങൾ നടക്കും. ചിലത് ഇപ്പോൾ തന്നെ നിർമ്മാണം നടക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടടക്കം ജലജീവന് കിട്ടാത്തത് കൊണ്ട് വർക്ക് ഇടക്കാലത്ത് വെച്ച് നിന്നിട്ടുണ്ട്. എന്നാൽ ആ വർക്ക് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വം നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിലവിൽ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. പട്ടാമ്പി നമുക്കറിയാം, നിള IPT റോഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്, മരം മുറിക്കുന്നുണ്ട്. അപ്പോൾ പട്ടാമ്പി കൽപ്പകയിലെ പള്ളി വരെയുള്ള ഭാഗങ്ങളിലേക്ക് മരം മുറിക്കുന്നത് ഇനി കുറച്ചും കൂടെ മരങ്ങളാണ് മുറിക്കാനുള്ളത്. പോസ്റ്റുകൾ മാറ്റുന്നത് കുറച്ചും കൂടിയേ ഉള്ളൂ. അതുകൂടി തീർക്കാനും പള്ളി വരേക്കുള്ള വർക്ക് കൂടി അടുത്ത സ്റ്റേജിൽ എന്നുള്ള നിലക്ക് റോഡ് പൊളിച്ചുകൊണ്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. പള്ളി കഴിഞ്ഞിട്ടുള്ള മറ്റു ഭാഗങ്ങൾ കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ടൗണ് അടുത്ത സ്റ്റേജിൽ എന്നുള്ള നിലക്ക് അതും നിർമ്മാണം നടത്താൻ ഈ റോഡ് നടക്കുമ്പോൾ തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടിയടക്കം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ P. വിജയകുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, മറ്റു ജീവനക്കാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തിയിൽ കനത്ത മഴയും കാറ്റിനെയും തുടർന്ന് വീടിന്റെ മുകളിലേക്ക് മരം വീണ് ഗർഭിണിയായ യുവതിക്ക് പരിക്കുപറ്റി. വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് മുസ്ലിം പള്ളിക്ക് സമീപം താമസിക്കുന്ന കുളമ്പിൽ പടിഞ്ഞാക്കര അൻസാർ ഭാര്യ മുബഷിറയ്ക്കാണ് തലയ്ക്കും കൈയിലും പരിക്കുപറ്റിയത്. ഇവർ 6 മാസം ഗർഭിണിയാണ്. ഇവരുടെ 3 വയസ്സുള്ള കുട്ടി പരിക്കൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റിനെ തുടർന്ന് വീടിന്റെ സമീപത്തുണ്ടായിരുന്ന മരം ഓടിട്ട വീട്ടിലേക്ക് പൊട്ടി വീണതിനെ തുടർന്ന് ഓടും മരവും വീടിനുള്ളിലായിരുന്ന ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. പരിക്കുപറ്റിയ ഇവരെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ആദ്യം ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. സമാന രീതിയിൽ അത്തിക്കപ്പറമ്പ് കല്ലടിക്കുന്നത്ത് റസാക്കിന്റെ വീട്ടിലേക്കും മരം പൊട്ടി വീണ വീട് ഭാഗികമായി തകർന്നു. ചെറുതുരുത്തി വെള്ളത്തോൾ പഞ്ചായത്തിലെ 7ാം വാർഡിലെ കുളമ്പിൽ പടിഞ്ഞാക്കര അൻസാറിൻ്റെ വീടിൻ്റെ പിറകുവശത്തുള്ള ഈ വലിയ മരം കടപുഴകി വീഴുകയും വീടിൻ്റെ മുകളിലേക്ക് പൂർണ്ണമായി പതിക്കുകയും ചെയ്തു. വീടിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. വീടിനകത്തുള്ള അൻസാറിൻ്റെ ഭാര്യ മുബഷിറ 24 വയസ്സാണ്. ആ കുട്ടി ഗർഭിണിയാണ്, 6 മാസം ഗർഭിണിയാണ്. സാരമായ പരിക്കുകളുണ്ട്. തലയ്ക്കും ശരീരഭാഗത്തിലും മുഴുവൻ ഓടുകൾ വീണ് സാരമായ പരിക്കുകളുണ്ട്. ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
സംസ്ഥാന പാതയിൽ കൂറ്റനാട് പട്ടാമ്പി റോഡിൽ കൂട്ടുപാതയ്ക്കും മാട്ടായ കാക്കരാത്ത് പടിക്കുമിടയിൽ റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു. ചൊവ്വാഴ്ച രാത്രി 8:30-യോടെയാണ് സംഭവം. റോഡരികിലുണ്ടായിരുന്ന വലിയ മരമാണ് റോഡിലേക്ക് വീണത്. മരം മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. അഗ്നിശമന സേനാ വിഭാഗവും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിലും കാറ്റിലും പട്ടാമ്പി കൊപ്പം മേഖലയിൽ വ്യാപക നാശനഷ്ടം. പറക്കാട് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് അപകടം. ആളപായമില്ല. വൈദ്യുതി പോസ്റ്റുകളും പൊട്ടിവീണു. കനത്ത മഴയിലും കാറ്റിലും പട്ടാമ്പി കൊപ്പം മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണുള്ള അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുതുതല കൊപ്പം റോഡിലെ പറക്കാട് പുത്തൻകുളത്തിന് സമീപത്ത് മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പൊട്ടിവീണു. ഓടിക്കൊണ്ടിരുന്ന സുഖുവിന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് മരം പൊട്ടിവീണത്. ഓട്ടോറിക്ഷയിൽ സുഖു മാത്രമാണ് ഉണ്ടായിരുന്നത്. കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. അതേസമയം ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്തെ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. മരം വീഴുന്ന സമയത്ത് റോഡിലുണ്ടായിരുന്ന കാറ് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിലിടിച്ചു. കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടില്ല. വീടുകളുടെ മുകളിലേക്കും മരങ്ങൾ പൊട്ടിവീണുള്ള അപകടം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറക്കാട്, വള്ളൂർ, ആമയൂർ, കൊപ്പം പ്രദേശത്തെ വിവിധയിടങ്ങളിലും മരങ്ങൾ വീടിന് മുകളിലേക്ക് പൊട്ടി വീണിട്ടുണ്ട്. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണ് വൈദ്യുതി ബന്ധവും താറുമാറായി. പട്ടാമ്പി ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇത് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ശക്തമായ കാറ്റും മഴയും പട്ടാമ്പി മേഖലയിൽ ഉണ്ടായത്. കൂടല്ലൂർ കൂമൻതോട് പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര നിരോധിച്ച് വർഷങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ എങ്ങും എത്തിയിട്ടില്ല. പാലത്തിന് സമീപമുള്ള വളവിൽ തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത് മാത്രമാണ് പ്രദേശത്തുണ്ടായ ഏക സുരക്ഷാ നടപടി. 2019 പ്രളയത്തിലാണ് കൂടല്ലൂർ കൂമൻതോട് പാലത്തിന് സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത്. പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗം വിണ്ടുകീറിയിട്ടുമുണ്ട്. നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽപ്പെടാത്തത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ അപകട സാധ്യത ഇരട്ടിയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നുപോകുന്ന റോഡാണിത്. ഇതിന് പരിഹാരമെന്നോണമാണ് തൃത്താല ജനമൈത്രി പോലീസിന്റെ റിഫ്ലക്ടർ ബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചത്. എത്രയും വേഗത്തിൽ റോഡിന്റെ പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്നും തകർന്ന റോഡ് റീടാറിംഗ് നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ കൂടുതൽ ശക്തമായാൽ ഏതു നിമിഷവും റോഡ് പൂർണ്ണമായും ഇടിഞ്ഞുതാണ് അപകടം സംഭവിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. CCTV ന്യൂസ് തൃത്താല. നരണിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചങ്ങരംകുളം നരണിപ്പുഴ സ്വദേശി സ്രായിലകത്ത് വീട്ടിൽ 38 വയസ്സുള്ള ഷിഹാബിന്റെ മൃതദേഹമാണ് ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. നരണിപ്പുഴ സ്വദേശി ഷിഹാബ് നരണിപ്പുഴ പാലത്തിനു മുകളിൽ നിന്നും കായലിലേക്ക് ചാടുകയായിരുന്നു. ഷിഹാബ് ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് രക്ഷപ്പെടുത്താൻ ചാടിയ നരണിപ്പുഴ സ്വദേശിയായ സുബൈർ ഒഴുക്കിൽപ്പെട്ടുവെങ്കിലും നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടന്ന തെരച്ചിലിനൊടുവിൽ വൈകിട്ട് 6:45-ഓടെയാണ് ഷിഹാബിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പ്രദേശത്ത് ജനങ്ങൾ ആശങ്കയിൽ. ബുധനാഴ്ച പുലർച്ചെ 1 മണിക്കാണ് മുള്ളൂർക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലൂടെ റോഡ് മുറിഞ്ഞുകിടക്കുന്ന കാട്ടാനയുടെ ദൃശ്യം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ടാറ്റ ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പകർത്തിയത്. ആന സമീപത്തുള്ള ദീപനിലയം വീട്ടിൽ സുകുമാരന്റെ ഗേറ്റ് തുറന്ന് വീട്ടിലെ തെങ്ങിൻ തൈകൾ നശിപ്പിക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം ആന അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഹസനാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനം വന്യജീവി സംരക്ഷണ ഡോക്ടർ അബ്ദുൾ സലാം എന്നിവരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ച് തീപ്പന്തം കാണിച്ചുമാണ് ആനയെ ഓടിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് തന്നെ ആന ഇറങ്ങി വാഴക്കുലകളും തെങ്ങിൻ തൈകളും നശിപ്പിച്ചിരുന്നു. വാർത്തയിലേക്ക്. UAE KMCC തൃത്താല മണ്ഡലം സമാഗമം 2024 വ്യാഴാഴ്ച വൈകിട്ട് തൃത്താലയിൽ നടക്കും. UAE KMCCയുടെ സ്ഥാപക നേതാവും പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ CVM വാണിമേൽ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നും ഉപജീവനാർത്ഥം പ്രവാസ ലോകത്തേക്ക് പോയാൽ ആ പ്രവാസിക്ക് ഏതെല്ലാം മേഖലകളിൽ സഹായങ്ങളുണ്ടോ അതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന UAEയിൽ ഇന്ന് അംഗീകൃതമായൊരു സംവിധാനമാണ് KMCC. പ്രവാസികളായ ഞങ്ങൾക്ക് ഒരുപാട് കാലം പ്രവാസ ലോകത്ത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് നാട്ടിൽ വന്ന അവർ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമ്പോഴും ഒന്നിച്ചുകൂടി ഞങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
വ്യാഴാഴ്ച വൈകിട്ട് 4-ന് തൃത്താല VK കടവ് റോഡിലെ KMK ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് സൗഹൃദ സംഗമം നടക്കുക. KMCCയുടെ UAEയിൽ പ്രവർത്തിച്ചിരുന്ന തൃത്താല മണ്ഡലത്തിലെ പൂർവ്വകാല പ്രവർത്തകരും ഇപ്പോൾ നാട്ടിൽ അവധിക്ക് വന്ന പ്രവർത്തകരുമാണ് പരിപാടിയുടെ ഭാഗമായി ഒത്തുകൂടുന്നത്. UAE KMCCയുടെ മുൻ നേതാവും തൃത്താല മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ SMK തങ്ങൾ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ GCC, KMCC നേതാക്കൾ, നാട്ടിലും വിദേശത്തുമുള്ള പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മുൻ ദുബൈ KMCC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബീരാവുണ്ണി തൃത്താല, മുൻ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി കാക്കാട്ടിരി, പാലക്കാട് ജില്ലാ KMCC നേതാക്കളായ ഉമ്മർ തട്ടത്താഴത്ത്, അലി മടപ്പാട്ട്, നജുമോൻ സൗത്ത് തൃത്താല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നാട്ടിൽ MSFയിലൂടെയും യൂത്ത് ലീഗിലൂടെയും പ്രവർത്തിച്ച് ഗൾഫിലെത്തിയതിന് ശേഷം തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ചെറിയൊരു വിഹിതം നാട്ടിലെ കക്ഷി, രാഷ്ട്രീയ, ജാതി, മതഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളിലും റിലീഫ് പ്രവർത്തനങ്ങളുടെ സേവനങ്ങളുടെ നിറഞ്ഞു നിന്നിരുന്ന, ഇപ്പോൾ നാട്ടിൽ സ്ഥിര താമസമാക്കിയ പഴയ KMCC പ്രവർത്തകരും ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് ദുബൈയിലുണ്ടായ കോവിഡ് മഹാമാരിയിലും അടുത്ത കാലത്ത് ദുബൈയിലുണ്ടായ മഹാപ്രളയത്തിനും സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നിലവിലുള്ള തൃത്താല മണ്ഡലത്തിലെ KMCC പ്രവർത്തകരുടെയും സംഗമമാണ് നാളെ നടക്കുന്നത്. നാട്ടിലുള്ള UAEയിലുണ്ടായിരുന്ന തൃത്താല മണ്ഡലത്തിലെയും മറ്റ് ഇതര KMCCകളുടെ എല്ലാ പ്രവർത്തകരും, എല്ലാ നേതാക്കന്മാരും ഈ പരിപാടിയിൽ എത്തി പരിപാടി വൻ വിജയമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാഷ, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം, പ്രവൃത്തി പരിചയം, ആർട്ട്, കായികം തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയുമായ N. രാജൻ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ജനസംഖ്യ 1.25 കോടിയാണ്. ഇപ്പൊ എത്രയാ? 3 കോടിയിലപ്പുറണ്ട് അല്ലേ? ഇപ്പൊ 3 കോടിക്ക് അപ്പുറത്തുണ്ട്. അങ്ങനെ കേരളം എന്ന ഈ സംസ്ഥാനം ഉണ്ടായി. ഭാഷാടിസ്ഥാനത്തിൽ മലയാളം സംസാരിക്കുന്നവർക്ക് അഭിമാനമായിട്ട് ഒരു മാതൃഭൂമി കേരളം ഉണ്ടായി. കേരളം ലോകത്തിന്റെ നെറുകയിലെത്തിയ ഒരുപാട് അനുഭവം നമുക്കറിയാം. നിങ്ങൾക്കറിയില്ലേ, 1892 ഈ കേരളത്തിലേക്ക് വന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം, സ്വാമി വിവേകാനന്ദൻ അല്ലെ? അവിടെ പറഞ്ഞു, ഏതോ ഒരു നല്ല കുട്ടി അവിടെ പറഞ്ഞു, സ്വാമി വിവേകാനന്ദൻ. വാസ്കോഡ ഗാമ പറഞ്ഞത് അത് 1498 കുറച്ച് കൊല്ലം പിന്നെ വന്നതാ. അദ്ദേഹം വിദേശ സഞ്ചാരിയായിരുന്നു അല്ലെ? നമ്മുടെ കുരുമുളക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അല്ലെ? നിങ്ങൾക്കറിയോ, വളരെ പ്രസിദ്ധമായ കാര്യമുണ്ട്. ഈ കുരുമുളക് സാമൂതിരി പറഞ്ഞത്രേ, ഈ കുരുമുളക് ഇവിടുന്ന് ഇങ്ങനെ അവർ കൊണ്ടുപോവുക. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചു, നമ്മുടെ കേരളത്തിന്റെ സമ്പത്ത്, ഈ കുരുമുളക് ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താവും ചോദിച്ചപ്പോ സാമൂതിരി ഒരു മറുപടി പറഞ്ഞത്രേ. പ്രധാനാധ്യാപിക രാധ അധ്യക്ഷയായിരുന്നു. അക്കാദമി പ്രവർത്തനങ്ങളുടെ കൺവീനർ ഡോക്ടർ S. ജയ, ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക P. നിർമ്മല, ആർട്സ് ക്ലബ് കൺവീനറായ RS. രമ്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൊളാം ആർട്സ് ക്ലബ് കൺവീനറായ രമ്യ RS ഡിസൈൻ ചെയ്ത ലോഗോന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.